2 രാജാക്കന്മാർ അധ്യായം 18. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3-ാം ഭരണവർഷം യൂദാ രാജാവായ ആഹാസിൻ്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറൂസലമിൽ 29 വർഷം ഭരിച്ചു. സഖറിയായുടെ മകൾ അബി ആയിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അഷേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നഹിഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ട് സർപ്പത്തിൻ്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്ത്യരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിൻ്റെ 4-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7-ാം ഭരണവർഷം, അസീറിയ രാജാവായ ഷൽമനേസർ സമറിയായ്ക്കെതിരെ ഉപരോധമേർപ്പെടുത്തി. 3 കൊല്ലത്തിന് ശേഷം അവനത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9-ാം ഭരണവർഷം, സമറിയ അവൻ്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം, അസീറിയ രാജാവായ സെന്നാഖെരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖിഷിലേക്ക് ഈ സന്ദേശം അയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക. അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി. യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കതകുകളും കട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാഖീഷിൽ നിന്ന് താർത്താൻ, റബ്സാരിസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയായ്ക്കെതിരെ ജെറുസലമിലേക്ക് അയച്ചു. അവർ ജെറുസലമിൽ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ ഏലിയാക്കീമും കാര്യസ്ഥനായ ഷബ്നായും ആസാഫിൻ്റെ മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു: ഹെസക്കിയായോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്കാരാണ് തുണ? ചാരുന്നവൻ്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഈജിപ്ത് രാജാവായ ഫറോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ
ജെറുസലമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറുസലമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്. വരുവിൻ, എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെ ആണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹിൽക്കിയായുടെ മകൻ ഏലിയാക്കിമും ഷെബനായും യോവാഹും റബ്ഷക്കയോട് പറഞ്ഞു, ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു, കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായൊരു നാട്ടിലേക്ക്, ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാരെവിടെ? സെഫാർവയും ഹേന, ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ? അവർ സമറിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ? ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയാതിരിക്കെ ജെറുസലമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ ഏലിയാക്കിമും കാര്യസ്ഥൻ ഷെബനായും ആസാഫിൻ്റെ പുത്രനും രേഖസൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്ത് വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു. Chapter 18. In the 3rd year of Hoshea, son of Elah, king of Israel, Hezekiah, son of Ahaz, king of Judah, began to reign. He was 25 years old when he became king, and he reigned 29 years in Jerusalem. His mother's name was Abai, daughter of Zechariah. He pleased the Lord just as his forefather David had done. It was he who removed the high places, shattered the pillars, and cut down the sacred poles. He smashed the bronze serpent called Nehushtan, which Moses had made, because up to that time the Israelites were burning incense to it. He put his trust in the Lord, the God of Israel, and neither before him nor after him was there anyone like him among all the kings of Judah. Loyal to the Lord, Hezekiah never turned away from him, but observed the commandments which the Lord had given Moses. The Lord was with him, and he prospered in all that he set out to do. He rebelled against the king of Assyria and did not serve him. He also subjugated the watchtowers and walled cities of the Philistines, all the way to Gaza and its territory. In the 4th year of King Hezekiah, which was the 7th year of Hoshea, son of Elah, king of Israel, Shalmaneser, king of Assyria, attacked Samaria,
laid siege to it, and after 3 years captured it. In the 6th year of Hezekiah, the 9th year of Hoshea, king of Israel, Samaria was taken. The king of Assyria then deported the Israelites to Assyria, and settled them in Helah, at the Habor, a river of Gozan, and in the cities of the Medes. This came about because they had not heeded the warning of the Lord their God, but violated his covenant, not heeding and not fulfilling the commandments of Moses, the servant of the Lord. In the 14th year of King Hezekiah, Sennacherib king of Assyria went on an expedition against all the fortified cities of Judah, and captured them. Hezekiah king of Judah sent this message to the king of Assyria at Lachish: "I have done wrong. Leave me, and I will pay whatever tribute you impose on me." The king of Assyria exacted 300 talents of silver and 30 talents of gold from Hezekiah king of Judah. Hezekiah paid him all the funds there were in the temple of the Lord and in the palace treasuries. He broke up the door panels and the uprights of the temple of the Lord, which he himself had ordered to be overlaid with gold, and gave the gold to the king of Assyria. The king of Assyria sent the general, the Lord Chamberlain, and the commander from Lachish with a great army to King Hezekiah at Jerusalem. They went up, and on their arrival in Jerusalem stopped at the conduit of the upper pool on the highway of the fuller's field. They called for the king, who sent out to them Eliakim son of Hilkiah, the master of the palace, Shebna the scribe, and the herald Joah son of Asaph. The commander said to them, "Tell Hezekiah, thus says the great king, the king of Assyria, on what do you base this confidence of yours? Do you think mere words substitute for strategy and might in war? On whom, then, do you rely that you rebel against me? This Egypt, the staff on which you rely, is in fact a broken reed which pierces the hand of anyone who leans on it. That is what Pharaoh king of Egypt is to all who rely on him. But if you say to me, we rely on the Lord our God, is not he the one whose high places and altars Hezekiah has removed, commanding Judah and Jerusalem to worship before this altar in Jerusalem? Now make a wager with my lord the king of Assyria. I will give you 2,000 horses if you can put riders on them. How then can you repulse even one of the least servants of my lord, relying as you do on Egypt for chariots and horsemen? Was it without the Lord's will that I have come up to destroy this place? The Lord said to me, Go up and destroy that land." Then Eliakim son of Hilkiah and Shebna and Joah said to the commander, "Please speak to your servants in Aramaic. We understand it. Do not speak to us in Judean within earshot of the people who are on the wall." But the commander replied, "Was it to your master and to you that my lord sent me to speak these words? Was it not rather to the men sitting on the wall, who, with you, will have to eat their own excrement and drink their urine?" Then the commander stepped forward and cried out in a loud voice in Judean, "Listen to the words of the great king, the king of Assyria. Thus says the king, Do not let Hezekiah deceive you, since he cannot deliver you out of my hand. Let not Hezekiah induce you to rely on the Lord, saying, The Lord will surely save us. This city will not be handed over to the king of Assyria. Do not listen to Hezekiah, for the king of Assyria says, Make peace with me and surrender. Then each of you will eat of his own vine and of his own fig tree, and drink the water of his own cistern, until I come to take you to a land like your own, a land of grain and wine, of bread and orchards, of olives, oil, and fruit syrup. Choose life, not death. Do not listen to Hezekiah when he would seduce you by saying, The Lord will rescue us. Has any of the gods of the nations ever rescued his land from the hand of the king of Assyria? Where are the gods of Hamath and Arpad? Where are the gods of Sepharvaim, Hena, and Ava? Where are the gods of the land of Samaria? Which of the gods for all these lands ever rescued his land from my hand? Will the Lord then rescue Jerusalem from my hand?" But the people remained silent, and did not answer him one word, for the king had ordered them not to answer him. Then the master of the palace, Eliakim son of Hilkiah, Shebna the scribe, and the herald Joah son of Asaph,
came to Hezekiah with their garments torn, and reported to him what the commander had said.